തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ഒരു അവരുടെ BJP അധ്യക്ഷന്റെ പത്രികയെ ചൊല്ലി തന്നെയാണ് അതിൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബംഗളൂരുവിലെ സ്വത്ത് കാണിച്ചതിൽ തർക്കമെന്നാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ ആരോപിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പത്രിക തൽക്കാലം സൂക്ഷ്മ പരിശോധനയിൽ പ്രശ്നങ്ങളില്ലെന്ന് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഒരു UDF LDF പോർമുഖം കൂടി തുറക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. എന്താണ് വിശദാംശം? അനിൽ, സുഹൈൽ, നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കർണാടകയിലെ 200 കോടിയോളം രൂപ വരുന്ന സ്വത്ത് വിവരങ്ങൾ ഈ പത്രികയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് ടാക്സ് ഉൾപ്പെടെ 5 ലക്ഷം രൂപ ടാക്സ് ഉൾപ്പെടെ അടച്ച രസീതുമായാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശബരിനാഥൻ ഈ റിട്ടേണിംഗ് ഓഫീസറെ സമീപിച്ചത്. വരണാധികാരിയോട് അദ്ദേഹം പരാതിയായി എഴുതി നൽകുക തന്നെ ചെയ്തു. തുടർന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി പത്രിക മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം രാവിലെയാണ് ഈ നടപടികളെല്ലാം തന്നെ നടന്നത്. അതിനുശേഷം 1 മണിയോടുകൂടി പത്രിക സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF ഒരു തരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഒരു തുണ്ട് പേപ്പറിൽ പോലും എഴുതി പരാതി നൽകിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനുശേഷം മന്ത്രി കൂടിയായിട്ടുള്ള V ശിവൻകുട്ടി LDF കാൻഡിഡേറ്റ് ആണ് നേമത്തെ, അവിടെ എത്തി മാധ്യമങ്ങളെ കാണുകയും കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരാതിയുമായി സമീപിക്കുമെന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ് നേമത്തെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കോൺഗ്രസും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരണാധികാരി പോയത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്ന വിവരം. വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇടയിലാണ് ഈ പത്രിക അംഗീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനി കോടതിയിൽ കാണാം എന്നുള്ളതാണ് LDFും അതുപോലെ തന്നെ കോൺഗ്രസും പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.